ഹലോ ബച്ചോ, ഹായ് നമസ്തേ. ഹൈ പ്രോബബിലിറ്റി ഏരിയാസ് എന്ന് പറഞ്ഞ 9ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ സീരീസിലെ 3ാമത്തെ വീഡിയോ ആണ് ഇത്. സോ ഇതുവരെയുള്ള വീഡിയോ നല്ല രീതിയിൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ബച്ചോ ഫട്ടാഫട്ട് ഹമാരി ജോ വീഡിയോ के अंदर चलते हैं. വളരെ ക്വിക്കായിട്ട് നമ്മൾ ഇതുവരെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഞാൻ എടുക്കുന്ന ആപ്പിൽ എടുത്തതുമായിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഈസി സമ്മറി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഈ ഒരു പാഠഭാഗത്തിൽ എന്തൊക്കെയാണ് ഈസിയായിട്ട് പഠിക്കേണ്ടത് എന്നൊരു സീരീസിലേക്കാണ് പോകുന്നത്. സോ അതിൻ്റെ അവസാന പാർട്ട് തന്നെയാണ് 5ാമത്തെ യൂണിറ്റിലെ നമ്മുടെ 1ാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഫട്ടാഫട്ട് ചാപ്റ്റർ की ओर चलता है. നമ്മൾ 5ാമത്തെ യൂണിറ്റിൽ 1ാമത്തെ ചാപ്റ്റർ ആയിട്ട് പഠിച്ചിട്ടുള്ളത് ഒരു നാടകമാണ് അല്ലേ, രാജാ और വിദ്രോഹി എന്ന രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ളത്. അതിനെ അമർ ഗോസ്വാമി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, തർജ്ജമ ചെയ്തിട്ടുണ്ടായിരുന്നു. രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടത്, അതിന് ഹിന്ദിയിലേക്ക് ആരാണ്, അമർ ഗോസ്വാമിയാണ് തർജ്ജമ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു നാടകത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്ന ഡെമോക്രസി വേഴ്സസ് ഓട്ടോക്രസി എന്നൊരു കാര്യമാണ്. ഡെമോക്രസി വേഴ്സസ് ഓട്ടോക്രസി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചുമാണ്. അതുപോലെ തന്നെ എന്താണ് ജസ്റ്റിസ്, നീതിയും, അതുപോലെ തന്നെ ചൈൽഡ് സൈക്കോളജി, ബാൽ മനോവൈജ്ഞാനികത എന്ന് പറയുന്നൊരു കാര്യവും, പവർ ഓഫ് ദ കോമൺ മാൻ, ഒരു സാധാരണ ജനത്തിന്റെ ശക്തി കൂടെ കാണിച്ചു തരുന്ന ആ ഒരു വളരെ രസകരമായിട്ടുള്ള നാടകമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. രാജാ और വിദ്രോഹി എന്ന് പറഞ്ഞതും, രാജ എന്ന് പറയുന്ന ആ റിബിലിയനും ഓക്കെ, ആ ഒരു കിങ് ആൻഡ് റിബിലിയൻ എന്ന് പറഞ്ഞ ആ റിബലായിട്ട് നിൽക്കുന്ന ആ ഒരാൾ കൂടിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുള്ള രാജൻ എന്ന് പറഞ്ഞ ആൾ രാജാവായിട്ടുണ്ടായിരുന്നു. ഹേമാണ് ആരുണ്ടായിരുന്നത്, വിദ്രോഹിയായിട്ട്. ഹേമാണ് വിദ്രോഹി, രാജൻ ആൻഡ് ഹേം. അടുത്തത് മതിയാണ് സേനാപതി, ഉപേനാണ് ന്യായാധീശ് ജഡ്ജ്, ജിതേനാണ് മന്ത്രി ആയിട്ടുണ്ടായിരുന്നത്. നമുക്കിതാണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. എല്ലാം ഒന്ന് ഓടിച്ചു ചോദിച്ചോളൂ. ആരൊക്കെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുണ്ടായിരുന്നത്, ആരാണ് അമർ ഗോസ്വാമിയാണ് തർജ്ജമ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നാടകമാണ് നോട്ട് ചെയ്തില്ലേ, ഓക്കെ റെഡി. സോ ഇതിലെ മെയിൻ കഥാപാത്രങ്ങളാണ് രാജനാണ് രാജ, ഹേമാണ് വിദ്രോഹിയായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആരൊക്കെയാണ്, ജിതേനാണ് മന്ത്രി, ഉപേനാണ് ന്യായാധീശായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ന്യായാധീശായിട്ട്. അതുപോലെ തന്നെ എന്താണ്, സേനാപതിയായിട്ട് നമുക്ക് മതി എന്ന ക്യാരക്ടറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ 5 ക്യാരക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ക്ലിയർ അല്ലേ? സോ നേരെ നമുക്ക് 2 മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ 1ാമത്തെ ചോദ്യം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, ഹേം ने രാജൻ को രാജാ മാന്യ से ഇൻകാർ ക്യൂ കിയാ. ഹേം എന്തുകൊണ്ടാണ് രാജൻ രാജാവാകും എന്ന് പറഞ്ഞ സമയത്ത് അതിനെ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം, ഹേം का मानना था कि सिर्फ उम्र में बड़ा होना या ताकतवर होना किसी को राजा नहीं बनाता. ഹേം എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഹേം അവിടെ പറഞ്ഞൊരു കാര്യമാണ്, ഒരിക്കലും വയസ്സിൽ മൂത്ത ആളോ അല്ലെങ്കിൽ ശക്തിശാലിയാണോ ഇതൊന്നും ഒരിക്കലും ഒരാൾ രാജാവാക്കത്തില്ല. മറിച്ച് എന്താണ്, രാജാക്കോ ന്യായപ്രിയ ഹോനാ ചായേ. രാജാവ് എപ്പോഴും എന്താണ്, ന്യായപ്രിയ, ന്യായത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാവണം രാജാവ് എന്ന് പറയുന്നുണ്ട്. രാജൻ കേവൽ खेल में अपनी ताकत दिखाने और लड़ाई करने के लिए राजा बनता है. ओके, राजा बना था. सो जिसे हेम ने स्वीकार नहीं किया. പാസ്റ്റിലാണ് ലഡായി करने के लिए രാജാ बना था. സോ അവനെന്താണ്, കളിക്കാനും കളിചിരികൾക്കും അതുപോലെ തന്നെ യുദ്ധങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, രാജന് രാജാവേണ്ടത്. മറിച്ച് എന്താണ്, അതിനെന്താണ്, താക്കത്ത് ദിഖാനെ के लिए है जिसे हेम ने स्वीकार नहीं किया. അത് ഹേമെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഹേമിനെ സംബന്ധിച്ച് നല്ലൊരു ഭരണാധികാരി അല്ല, ഡെമോക്രസി എന്നതിനെ നിലനിർത്താനാണ്, മറിച്ച് ഓട്ടോക്രസി അല്ല, മറിച്ച് ഡെമോക്രസി നിലനിർത്താനാണ് ആരാഗ്രഹിക്കുന്നത്, നമ്മുടെ ഹേം ആഗ്രഹിക്കുന്നത്. സോ അതുകൊണ്ടാണ് രാജൻ രാജാവാകുന്നതിൽ ആരെതിർത്തിട്ടുണ്ടായിരുന്നത്, ഹേം എതിർത്തിട്ടുണ്ടായിരുന്നത്. ഹേമിന് അറിയാമായിരുന്നു ഇവൻ രാജൻ രാജാവായി കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന പരിപാടി എന്തൊക്കെയാണ്, അവന്റെ ശക്തി കാണിക്കാൻ വേണ്ടി അനാവശ്യ യുദ്ധങ്ങളും അതുപോലെ എന്താണ് കേവൽ ഉൻകി ജോ ക്യാ ഹൈ താക്കത്ത് ദിഖാനെ കെ ലിയെ ലഡായി കർനെ കെ ലിയെ, വെറുതെ തന്റെ ശക്തി കാണിക്കാൻ വേണ്ടിയിട്ടും ജനങ്ങളെ പരിഭ്രാന്തരാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, അവൻ രാജാവാകുന്നത്. അവൻ്റെ ശക്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഓട്ടോക്രസിയെ എതിർക്കുവാണ് നമ്മുടെ ഹേം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആശയ സ്പഷ്ടീകരണം എന്നൊരു സാധ്യമാണ്. എക്സ്പ്ലെയിൻ ദ മീനിങ്. രാജാ ജബ് അന്യായ കർത്തെ, രാജാവ് അന്യായം ചെയ്യുന്ന സമയത്ത് ഫിർ വേ രാജാ നഹീ രഹത്തെ, രാജാവ് അന്യായം ചെയ്യുകയാണെങ്കിൽ അയാൾ ഒരിക്കലും രാജാവാകത്തില്ല എന്നൊരു കാര്യമാണ്. ജനതാക്ക് ഇസ് കഥൻ കാ ക്യാ ആശയ, ജനങ്ങളുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം, ഇസ്ക ആശയ കി രാജാ കോ സബ്സെ ബഡാ കർത്തവ്യം ന്യായകരനായ, രാജാവിന്റെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് ന്യായം ചെയ്യുക എന്നൊരു കാര്യമാണ്. സോ അതുകൊണ്ട് എന്താണ്, യദി കോയി രാജ അപ്നി പ്രജാ പർ അത്യാചാർ കർത്താ ഹൈ, അത് ഒരിക്കലും എപ്പോഴെങ്കിലും എന്താണ്, ഈ രാജാവ് തന്റെ പ്രജകൾക്കെതിരെ ഒരു അത്യാചാരമാണ് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, अन्याय करता है तो वह शासन करने का नैतिक अधिकार खो देता है. അന്നേരം എന്താണ്, അയാൾ ഒരു രാജാവായി നിൽക്കുക അല്ലെങ്കിൽ എന്താണ് താൻ ഭരണാധികാരിയെ നിൽക്കുക എന്നതിന്റെ അധികാരം അയാൾ എന്ത് ചെയ്യുന്നത്, അതിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ എന്താണ് സ്വയം അതല്ലേ അദ്ദേഹം തിരസ്കരിക്കാൻ വേണ്ടി തയ്യാറാകുക എന്നതിലേക്ക് അദ്ദേഹം പോകേണ്ട ഒരു സിറ്റുവേഷനാണ്. അല്ലെങ്കിൽ അയാൾ അതിൽ നിന്ന് അധികാരത്തിൽ നിന്ന് മാറ്റേണ്ട സമയമായി എന്നൊരു കാര്യമാണ്. പ്രജാക്കോ ആസെ രാജാക്കോ ഹട്ടാനേക്ക അധികാർ ഹേ, പ്രജാക്കോ ആ പ്രജകൾക്ക് ജനങ്ങൾക്ക് എന്താണ് അങ്ങനെ ഒരു രാജാവ് തന്റെ അധികാരത്തിൽ നിന്ന് മാറി വ്യതിചലിച്ചു പോകുന്ന ഒരു ഭരണാധികാരിയെ അധികാരത്തിൽ നിന്ന് മാറ്റാനുള്ള അധികാരം ആർക്കുണ്ട്, ജനങ്ങൾക്കുണ്ട് എന്നൊരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ എക്സ്പ്ലെയിൻ ചെയ്തില്ല, ക്ലിയർ അല്ലേ? സോ അടുത്തൊരു ചോദ്യം എങ്ങനെയാണ്, यानी कि लड़ाई के आनंद और उल्लास से तुम लोग मुझे अलग अलग करना चाहते हो.
राजा के इस कथन से उसकी किस मानसिकता को पता चलता है यानी कि लड़ाई के आनंद യുദ്ധത്തിന്റെ ആനന്ദത്തിൽ നിന്ന് ഉല്ലാസത്തിൽ നിന്നൊക്കെ നിങ്ങൾ എന്നെ എന്തിനാണ് വേർപിരിച്ച് നിർത്തുന്നത് എന്ന് രാജൻ പറയാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് അവൻ സന്തോഷം കണ്ടെത്താൻ ആഗ്രഹിക്കുവാണ്. ഇതിലെ രാജൻ എന്ന് പറഞ്ഞ രാജ അല്ലെ, യെസ്, രാജ എന്ന് പറയുന്ന രാജൻ. റെഡി? സോ രാജനാണ് രാജാവായിട്ടുണ്ടായിരുന്നത്. സോ അത് വളരെ എളുപ്പമല്ലേ നിങ്ങൾക്ക് ക്യാരക്ടർ മനസ്സിലാക്കാൻ വേണ്ടി. സോ അയാൾ പറയാണല്ലേ, എനിക്ക് നിങ്ങൾ എന്താണ് എന്നെ യുദ്ധത്തിൽ നിന്നൊക്കെ നിങ്ങൾ മാറ്റി നിർത്താനാണ് ആഗ്രഹിക്കുന്നത്, അതിന്റെ ആനന്ദം എനിക്ക് ഇല്ലാതാക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുവാണ് ചെയ്യുന്നത്. ഇസ്സെ പതാ ചൽത്താ ഹൈ, ഇതിലൂടെ അറിയാൻ സാധിക്കുവാണ് എന്ത്, രാജൻ എന്താണ്, യുദ്ധപ്രേമി ഓർ സ്വാർത്ഥി ഹൈ, യുദ്ധത്തിന് ഇഷ്ടപ്പെടുന്ന ആളും അതുപോലെ തന്നെ സ്വാർത്ഥിയാണ്. ഉസ്സെ യുദ്ധ ഭയാനക പരിണാമോ കി ചിന്ത നഹീ ഹൈ, യുദ്ധത്തിന്റെ ഭയാനകമായിട്ടുള്ള പരിണാമത്തിലൊന്നും അവന് ചിന്തയില്ല. ബൽക്കി വഹ് യുദ്ധ കോ കേവൽ അപ്നെ മനോരഞ്ജൻ ഓർ മജേ കാ സാധൻ മാനത്താ ഹൈ, യുദ്ധത്തിലെ സ്വന്തം എൻജോയ്മെന്റിന് വേണ്ടിയിട്ട്, സ്വന്തം എൻജോയ്മെന്റും മനോരഞ്ജനം എന്റർടൈൻമെന്റിനൊക്കെ വേണ്ടിയുള്ള ഒരു കാര്യമാണ് യുദ്ധം എന്ന് മാനിക്കുന്ന ഒരാളാണ് നമ്മുടെ രാജൻ എന്ന് പറയുന്നത്. സോ അയാൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും വളരെ നമുക്ക് ഇതിലറിയാമല്ലേ, അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വിദ്രോഹിയായി, ഹേമിന്റെ വിദ്രോഹിയായിട്ടുള്ള കോണ്ടെക്സ്റ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നോട്ട് ചെയ്തില്ലേ. അടുത്ത ചോദ്യം ഇങ്ങനെ ചോദിക്കാം, ഹേം പർ ക്യാ ആരോപ് ലഗായ ഗയാ താ, ഹേം ആയിട്ടുള്ള ഹേമിനെ, വിദ്രോഹി എന്ന് പറയുന്ന ഹേം ആയത് എങ്ങനെയാണ് നമുക്കറിയാം അല്ലേ, ഹേമിൽ എന്ത് കുറ്റമാണ് ഇവർ ആരോപിച്ചിട്ടുണ്ടായിരുന്നത്, ഹേം ചെയ്ത് തെറ്റെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതണം, സേനാപതിനെ ആരോപ് ലഗായ, സേനാപതി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആരോപിച്ചു. എന്ത്, जब राजा का हाथी गुजर रहा था, രാജാവിന്റെ ആന കടന്നു പോകുന്ന സമയത്ത് എന്താണ്, തബ് ഹേമിനെ കിടക്കി സെ തൂക്ക് ദിയാ, ഹേം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കിടക്കിയിൽ നിന്ന്, ജനലിൽ നിന്ന് സ്പിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, തുപ്പിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നുണ്ടായിരുന്നത്. ഇസെ രാജാക്ക് മാനാക, ഇത് രാജാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് കാണിച്ചു. ആ സമയത്ത് എന്താണ്, ഹാലാക്കി, ആ സമയത്ത് വേറൊരു ആരോപണം, ഇതാണ് ആരോപണം എന്ന് പറഞ്ഞു ഹേം കുറ്റക്കാരനാണെന്ന്, മറിച്ച് വേറൊരു ആരോപണം കൂടെ പറയാണ്. എന്താണ്, ഹാലാക്കി ഹേമിനെ അഞ്ചാനെ ജംബായി ആണ്, ജംബായി ഭാഷയിലാണ്, ജംബായി ലേന യോൺജി, യോണിങ് എന്ന് പറയുന്ന ആവിടുക. ഓക്കെ, ഉസ്കാ ഉദ്ദേശ് അപമാൻ കർണ നഹീ താ എന്നാണ് പറയുന്നത്. അവന് ഈ രണ്ട് കാര്യങ്ങളും ചെയ്തിട്ടൊന്നുമില്ല, അവൻ അപമാനിക്കാൻ ചെയ്തിട്ടില്ല, ഇവരുണ്ടാക്കിയതാണ്, മാനിപ്പുലേറ്റ് ചെയ്തതാണ് എന്നൊരു കാര്യം നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് അതുകൊണ്ടാണ് ജനങ്ങളൊക്കെ ആർക്കെതിരെ, രാജനെതിരെ തിരിയാനുള്ള കാരണമായതൊക്കെ നമുക്കറിയാം അല്ലെ. ഒരു കോൺടെസ്റ്റിൽ അവൻ പറഞ്ഞു ആന പോകുന്ന സമയത്ത് അവൻ സ്പിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ പറയാണ് രാജാവിന്റെ മുമ്പിൽ നിന്ന് യോൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ആവിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, കോട്ടുവായിടുക. ഓക്കെ, നമ്മൾ പറയുന്ന ഭാഷയിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അടുത്ത മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്യാരക്ടർ സ്കെച്ച്. രാജാ और വിദ്രോഹി നാടക के आधार पर രാജാ का ചരിത്ര ചിത്രകാര്, രാജാവിന്റെ എന്താണ് ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് ചോദ്യമുള്ളത്. രാജനായിട്ടുള്ള മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ സ്കെച്ച് തന്നെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ, രാജനായിട്ടുള്ള ഈ രാജായിട്ടുള്ള ഈ രാജന്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതുക എന്നുള്ളത്. സോ നോട്ട് ചെയ്ത് വെച്ചോളൂ, അഹങ്കാരിയാണ്, ഖുദ് കോ സബ്സെ താക്കത്വർ മാനത്താ താ, സ്വയം എന്താണ് വളരെ ശക്തിശാലിയാണ് എന്ന് കാണുന്ന ഒരാളാണ് നമ്മുടെ ഈ ഒരു രാജൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അഹങ്കാരിയാണ്, യുദ്ധപ്രേമിയാണ്, യുദ്ധത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. വഹ് ബിനാ കാരൻ ലഡായി കർണ ചാഹതാ ഹൈ താകി ഉസെ हीरे जैसे महसूस हो, हीरो हमारे जैसे हीरो है ना, സ്വയം നായക് ജैसे महसूस होने के लिए, സ്വയം നായകനാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, യുദ്ധത്തിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. യുദ്ധം സ്വയം ചെയ്യുന്നില്ല, ആൾക്കാരെ വിട്ട് യുദ്ധം ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇടി അന്യായിയാണ്, അവൻ വളരെ ന്യായത്തിനെതിരെയാണ്, അന്യായിയാണ്. കാരണം എന്താണ്, വഹ് അപ്നി പ്രജാ കി ബാത് നഹീ സുൻതാ और ജബർദസ്തി അപ്നി മർജി തോപ്നാ ഹൈ എന്ന രീതിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, തോപ്ത ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വയം മർജി, സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവൻ നിർദ്ദേശങ്ങളും ആദേശങ്ങളൊക്കെ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നത്, മറിച്ച് എന്ത് ചെയ്യുന്നില്ല, പ്രജകളെ ഒന്നും കേൾക്കുന്നില്ല, അന്യായിയാണ്, അവൻ ന്യായത്തിനെതിരെയുള്ള ആളാണ് നമ്മുടെ ആര് പറഞ്ഞ ഒരാള്, നമ്മുടെ രാജൻ. മറിച്ച് ഹേം എന്താണ്, നായ്ക്ക് ഖിലാഫ് നെയ്യ് മഗർ ഓ നായ് പർ ഭരോസ കർത്തെ. റെഡി? സോ നാം സമജ് എന്ന് പറഞ്ഞൊരു കാള്, നാ സമജ് എന്ന് പറഞ്ഞു, നാ സമജ്നെ വാല മനസ്സിൽ അക്കഡ് നെയ്യ് ഒക്കെ എന്നൊക്കെ ചോദിക്കില്ലേ, നാ സമജ്നെ വാല ക്യാ ഹേ, ഉസെ രാജാ കെ അസ്ലി കർത്തവ്യ നായ് രക്ഷ ജ്ഞാൻ നെയ്യ്, അവനെന്താണ്, രാജാവിന്റെ യഥാർത്ഥ പർപ്പസിനെ കുറിച്ച് അവനൊരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ് നമ്മുടെ രാജാവ് എന്നുള്ള, രാജൻ എന്നൊരാൾ കാണാൻ സാധിക്കുന്നുണ്ട്. കൺസെപ്റ്റ് റെഡി അല്ലേ? അടുത്തൊരു ചോദ്യമാണ്, യെസ് ക്ലിയർ അല്ലേ, പട്കഥ സ്ക്രീൻ പ്ലേ എഴുതുവാൻ ചോദിച്ചുവാണെങ്കിൽ പട്കഥ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. റെഡി? ക്യാ ഹേ സ്ഥാൻ ആരാണ്, അദാലത്താണ്, ജസ്റ്റ് ഒന്ന് ഞാൻ സ്കിപ്പ് ചെയ്യാം. റെഡി? സോ SLC ആ ഒരു കാറ്റഗറിയിൽ വന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് പട്കഥ ചോദിക്കുവാണെങ്കിൽ കോൺവെർസേഷനാണ്, അതിന് ഇൻക്ലൂഡ് ചെയ്യുന്നത് കോൺവെർസേഷൻ തന്നെയാണ് അല്ലേ. സോ എന്താണ് കോൺവെർസേഷൻ, നാട്ടയ്ക്ക് ഉസ് ദൃശ്യക്ക് പട്കഥ തയ്യാർ കരെ ജഹാ, തിരക്കഥ എഴുതുക എന്നുള്ളത് SLCയിൽ എന്തായാലും നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ന്യായാധീശ് ഓർ ജനതാക്കെ ബീച്ച് ബഹസ് ഹോത്തി ഹൈ, ജനങ്ങളും അതുപോലെ തന്നെ ആരാണ്, ജഡ്ജും തമ്മിൽ എന്ത് ചെയ്യുന്നത്, അവർ തമ്മിൽ ബഹസ്, വഴക്കുണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു ഇതാണ്, എവിടെയാണ്, അദാലത്തിലാണ്, കോർട്ടിലാണ്, എവിടെയാണ്, പാത്രങ്ങൾ ഏതൊക്കെയാണ്, ഉപയനുണ്ട്, ന്യായാധീശുണ്ട്. അപ്പോൾ കോൺവെർസേഷൻ എന്താണ്, രാജാ പർ മുഗ്ധമ കേസെ ചലേഗ, രാജാവിനെ എന്താണ് ഇങ്ങനെ കുറ്റം ചുമത്തുക എന്നൊരു കാര്യത്തിൽ വന്നിട്ട് ആ കോൺവെർസേഷൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പട്കഥ
അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. റെഡി അല്ലേ? സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. ഡയറി എന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കഥ ഞാൻ പറഞ്ഞു ഒഴിവായിക്കോന്ന്. അപ്പോൾ 7ാമത്തെ ഡയറി ചോദ്യമാണ്. खेल खत्म होने के बाद और राजन के हार मान लेने के बाद हेम ने अपनी डायरी में क्या लिखा होगा? हेम തന്നെ ഡയറിയിൽ എന്താണ് എഴുതിയിട്ടുണ്ടാവുക എന്ന ചോദ്യമാണ്. ആജ് കാ खेल बहुत मजेदार और क्या है सबक सिखाने वाला था. ഇന്നത്തെ ഒരു മാച്ച് എന്ന് പറഞ്ഞത് വളരെ എന്താണ്, മജേദാറാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ എന്താണ്, സബക് സിഖാനെ വാല താ, ഒരു പാഠം കൂടെ പഠിക്കുന്ന ഒരു കാര്യമാണ്. രാജൻ സോച്ച് रहा था कि वह राजा बनकर हेम पर हुक्म चलाएगा. രാജൻ വിചാരിക്കുന്ന എന്താണ്, അവൻ എന്താണ് രാജാവായിട്ട് ഹേമിൽ എന്താണ് നിയന്ത്രിക്കുമെന്നൊരു കാര്യം അവൻ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. സോ हमने क्या किया, हमने उसे दिखा दिया कि असली ताकत जनता में है. യഥാർത്ഥത്തിലുള്ള ശക്തി ജനങ്ങളിലാണെന്ന് നമ്മൾ അവനെ കാണിച്ചു കൊടുത്തു. ബിനാ ലഡായി കിയേ ഹി हमने अन्याय को हरा दिया. നമ്മൾ ഫൈറ്റ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്ത് ചെയ്യണം, അന്യായത്തെ ഇല്ലാതാക്കിയ എന്നൊരു കാര്യമാണ്. സച്ചായ് और एकता की जीत हुई. സച്ചായ്, സത്യത്തിന്റെയും അതുപോലെ തന്നെ ഏകത, യൂണിറ്റിയുടെയും വിജയമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നത് ആരുടെ അന്നത്തെ ദിവസത്തെ ഡയറി എന്ന രീതിയിൽ ഖേൽ ഖത്തം ഹോനെക്കെ ബാദ് ആ ഒരു മാച്ച് മത്തലബ് അവരുടെ സ്ക്രിപ്റ്റ്, ആ ഒരു സ്ക്രീൻ പ്ലേ, ആ ഒരു പ്ലേ കഴിഞ്ഞതിന് ശേഷം, ആക്ട് കഴിഞ്ഞതിന് ശേഷം, ആക്ട് ഓർ പ്ലേ അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, അവൻ ഹേം അന്നത്തെ ദിവസത്തെ രാത്രി അവൻ്റെ ഡയറിയാണ്. സോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. റെഡി അല്ലേ? റെഡി. അടുത്തൊരു ചോദ്യമാണ്, ഗ്രാമർ പോർഷൻ ആണ്. ക്യാരക്ടേഴ്സ് ഏതാണ് നിങ്ങൾ കണ്ടെത്തി എഴുതുക എന്നാണ്. സോ ഉത്തരം എങ്ങനെ എഴുതാം? രാജ എന്ന് പറഞ്ഞ ആരാണ്? രാജാക്കെ കാനൂൻ മേ അഗർ ദണ്ഡ് ദേന ലായക് ഹോ തോ അദാലത്ത് മേ മുഖ്ദാം ക്യൂ നാ ചലേ. റെഡി. അടുത്ത അതല്ല, മേ തുമാരാ ജബഡ തോട് ദൂങ്ക. അതല്ലേ രാജാവ് പറഞ്ഞ ഒരു കാര്യമല്ലേ? രാജൻ ആദ്യം ആയിട്ടുള്ള രാജൻ പറഞ്ഞ ഒരാളല്ലേ? രാജൻ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മേ തുമാരാ ജബഡ തോട് ദൂങ്ക അല്ലേ, അടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ്, ഹേം അതേപോലെ തിരിച്ചു വരണ്ടേ അല്ലേ? അതിന്റെ ഉത്തരം ഇതാ, മേ തുമാരാ നാക്ക ബുർത്ത ബനാ ദൂങ്ക. യെസ്, അതാണ്. ഓക്കെ, രാജ 1 2 2 3. ഇനി അടുത്തത് ഏതാണ്? ജനത പറയുന്ന ഏതാണ്? മഹാരാജ് കോ അദാലത്ത് മേ ഭുലാനെ കാ ആദേശ് ദീജിയെ, അല്ലെങ്കിൽ രാജ കാ ഖാനൂൻ ഏതാണ് നമുക്കറിയാം അല്ലേ? ഏതാണ്? കാരണം മഹാരാജാവിനെ എന്തിനു വിളിക്കുന്നുണ്ട്? അദാലത്തിലേക്ക് വിളിക്കൂ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ജനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എന്താണ്, കോർട്ടിലേക്ക് വിളിക്കണം എന്ന് ജനങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പൊ സേനാപതിയുടെ നേരെ ഇതായിരിക്കും അല്ലെ, രാജാക്കെ ഖാനൂൻ മേ അഗർ ദണ്ഡ് ദേന ധായക്കേത്തോ, രാജാവിന്റെ നിയമത്തിൽ എന്താണ് ദണ്ഡ് ദേന എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് സേനാപതി പറഞ്ഞതാണ്. സോ അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. സോ രാജ പറയാണ് മേ തുമാര ജബഡ തോടുങ്ക, രാജൻ പറയാണ് അല്ലെ, ഞാൻ നിന്റെ അടിച്ചു പൊളിക്കും താടിയല്. അപ്പൊ എന്താണ്, നാക്ക ബുർത്ത ബനാദുങ്ക. റെഡി. സോ മാച്ച് ദ ഫോളോയിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്തെന്താണ്? ശബ്ദാർത്ഥ്. ശബ്ദാർത്ഥ് ക്യാ ഹേ? ശബ്ദാർത്ഥ് ക്യാ ഹോത്ത ഹേ? യെസ്, വിദ്രോഹി പറയാണ് എന്ത്? ബഗാവത് കർനെ വാല. റിബലാണ് ആര്? വിദ്രോഹി എന്ന് പറയുന്നത്. സോ വിദ്രോഹി എന്നതിന്റെ അർത്ഥം റിബലാണ്, ബഗാവത് കർനെ വാല എന്നാണ് അർത്ഥം. സോ മീനിങ് നോട്ട് ചെയ്ത് വെച്ചുള്ളത്, ബുർത്ത ബനാന. നമ്മൾ കണ്ടൊരു പോയിന്റ് ആണ് ബുർത്ത ബനാന. ഭൂരി തര പീട്ടന എന്നാണ്, വളരെ മോശമായിട്ട് അടിക്കുക എന്ന് തന്നെയാണ് പറയുക. ജംബായി ലേന, ഉഭാസി ലേന, യാനിങ്, കോട്ടുവായ ഇടുക. ചാപ്ലൂസി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊക്കിയടിക്കുന്ന പരിപാടിയാണ്. രാജാവിനെ പൊക്കിയടിക്കുന്നതാണ് ചാപ്ലൂസി എന്ന് പറയുന്നത്. കുശാമത് കർണ, യാനി ഫ്ലാറ്ററി ചെയ്യുക. ഗൗരവ് ഗാഥ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രശംസാക്കി കഹാനി, സാഗ ഓഫ് ഗ്ലോറി എന്ന് പറയുന്ന ആ ഒരു പ്രശംസയുടെ ഒരു ഗാഥയാണ് ഗൗരവ് ഗാഥ എന്ന് പറഞ്ഞ സാധനം. ക്ലിയർ അല്ലേ? സോ പരസർഗാണ്, കേസ് മേക്കേഴ്സ് ആണ്. ഇതിൽ ഏതൊക്കെയാണ് കേസ് മേക്കേഴ്സ് എന്ന് കറക്റ്റ് ചെയ്യണം. കോസ്റ്റക്സ് സഹി സബ്ജക്ട് ചുനെ. രാജ ഡാഷ് അന്യായിക്കുക, രാജാനെ, രാജാവ് എന്ന് പറയാനാണ് നേ ഉപയോഗിച്ചത്. ഹം രാജാസെ നഹി ഡർത്തെ, രാജാവിൽ പേടിക്കത്തില്ല അല്ലെങ്കിൽ രാജാവിനെ പേടിക്കത്തില്ല. ഹേംകോ സസ മദ്ദോ, ഹേമിനി എന്ന് പറയാനാണ് കോ ഉപയോഗിച്ചിട്ടുള്ളത്. സോ പരസർഗ ഏതൊക്കെയാണ്? നേ കോ സെ കാക്കി മേപ്പർ കേലിയ. സോ ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി ഏതൊക്കെയാണ് പരസർഗ. നിങ്ങൾക്ക് എന്തായാലും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. സേ ഉണ്ട്, നേ ഉണ്ട്. ജസ്റ്റ് ഏതൊക്കെയാണ് സഹി കോഷ്ടക് ചുൻകർ ലിഖന എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. കൺസെപ്റ്റ് റെഡി അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. നമ്മൾ എക്സാമിനോടനുബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം യൂസ്ഫുൾ ആയി, ഒരു ഐഡിയ ലഭിക്കാനൊക്കെ യൂസ്ഫുൾ ആയി എന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ जोश लगा सकते हैं, फायर लगा सकते हैं. ठीक है बच्चों, सो कंसेप्ट रेडी आको നല്ല രീതിയിൽ കൺസെപ്റ്റ് അടിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ സാധിക്കുന്നതാണ്. तब तक के लिए धन्यवाद. ठीक है बच्चों, मिलते हैं अगली वीडियो में. तब तक के लिए धन्यवाद. जय हिंद एंड थैंक यू.